ഷുഗറിനെ കുറയ്ക്കാനും ഷുഗറിനെ മാറ്റാനും വേണ്ടിയിട്ട് സുഖജീവൻ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ കോഴ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തില് കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നൊരു കോഴ്സാണ് ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ്. ഒരു കാര്യം നമുക്കറിയാം, ഷുഗർ മരുന്നുകൊണ്ടും മാറില്ലാത്ത രോഗമാണെന്ന് അറിയാം. കാരണം ഷുഗർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, ജീവിതശൈലി രോഗമാണ്. ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ. അപ്പൊ ഈ കാരണങ്ങളെ മാറ്റിയാൽ മാത്രമാണ് കാര്യത്തെ മാറ്റാൻ സാധിക്കുള്ളൂ. അതിന് പകരം നമ്മൾ ഇപ്പൊ എന്താ ചെയ്യണത്? നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, മരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നു. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും ഷുഗറിന്റെ കാരണം തുടരുകയാണ്. അതുകൊണ്ട് ഷുഗർ കൂടിക്കൂടി വരും. മരുന്ന് കഴിക്കുമ്പോൾ എന്താ കുറയണമെന്ന് അറിയാമോ? ബ്ലഡിലെ ഷുഗറാ കുറഞ്ഞത്. ബ്ലഡിലെ ഷുഗർ രോഗമല്ല. ബ്ലഡിലെ ഷുഗർ എന്താണ്? രോഗത്തിന്റെ ലക്ഷണമാണ്. ലക്ഷണം കുറച്ചാൽ രോഗം കുറയാൻ പോകുന്നില്ല. രോഗം കൂടി വന്നിട്ട് കൈകാൽ പെരുപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, കാർഡിയാക് ഡിസീസ്, സെക്സ്വൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെ ഓരോരോ രോഗങ്ങൾ ശരീരത്തിൽ പിടിക്കും. ആദ്യം നമുക്ക് എന്താ നടന്നത്? ഷുഗർ മാത്രം. ഇതിങ്ങനെ കൂടി വരിക ചെയ്യണം. ഇതിന്റെ കാരണം അതാണ്. അപ്പൊ ഷുഗറിനെ നമുക്ക് ഫലപ്രദമായിട്ട് നേരിടുന്ന എന്ത് വേണം? ഷുഗറിന്റെ കാരണത്തെ ഇല്ലാതെയാക്കണം. കാരണത്തെ ഇല്ലാതെയാക്കാലാണ് കാര്യം ഷുഗർ ഇല്ലാതെയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിൽ ചെയ്യണത് റൂട്ട് തലത്തിലെ ചികിത്സയാണ്. ഷുഗറിന്റെ കാരണത്തെ ഇല്ലാതെയാക്കാണ്. ഷുഗറിന്റെ കാരണം എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും 2 ഒന്ന് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യം, 2 വ്യായാമത്തിന്റെ കുറവ്. ഫുഡിന്റെ മിസ്മാനേജ്മെന്റ് എന്ന് പറയാം നമുക്ക്. അതായത് ആഹാരത്തില് ഏതെങ്കിലും പോഷകാംശം കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുകയും മറ്റ് പോഷകങ്ങൾ കുറയുകയും ചെയ്യുന്നു. അതായത് പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, മൈക്രോ ന്യൂട്രിയൻസ്, ഇങ്ങനത്തെ ഘടകങ്ങളുണ്ട്. ഘടകങ്ങൾ കുറഞ്ഞു വരുന്നു. വാട്ടർ പോലും വലിയ ഘടകമാണ്. ഇത് കുറഞ്ഞു വരികയും ചെയ്യുന്നതാണ് നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂവിന്റെ കാരണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യണത് കാർബോഹൈഡ്രേറ്റ് ലോ കാർബ് ഫുഡിലേക്ക് കൊണ്ടുവരുവരെ, കൂടാതെ എന്ത് ചെയ്യും? മറ്റ് പോഷകങ്ങൾ സമീകൃത ആഹാരത്തിൽ ബാലൻസ്ഡ് ഡയറ്റിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യായാമമാണ്. വ്യായാമം ഇല്ലാതെ നമുക്ക് ഷുഗറിനെ മാറ്റാൻ സാധ്യമല്ല. ഷുഗർ ചപ്പാത്തി നിന്നിട്ട് ചോറിനായിട്ടും മാത്രം ഉണ്ടാകുന്ന രോഗമല്ല. ഷുഗറിന്റെ ഒരു പ്രധാന കാരണം വ്യായാമത്തിന്റെ കുറവാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ സാധനം നടക്കണം, നടന്നിട്ടൊരു കാര്യമില്ല. നടക്കുന്നവർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നമുക്ക് വ്യായാമം എന്ന് പറഞ്ഞാൽ സമഗ്രമായ വ്യായാമം വേണം. നമ്മളുടെ കാലിനും കണ്ണിനും ലിവർ എല്ലാ ശരീരത്തിനും വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള സമഗ്രമായ വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ ഷുഗർ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ റിവേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഷുഗർ റിവേഴ്സ് യോഗയാണ്. ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന വ്യായാമമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമുക്കൊക്കെ സാധിക്കുന്നു. 80 വയസ്സായ ആൾക്ക് പോലും ചെയ്യാവുന്ന തരത്തിലുള്ള ലഘുവായ വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. പ്രാണായാമം എന്ന് പറയും. പ്രമേഹമുള്ള 90% പേർക്ക് ന്യൂറോപ്പതി സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പ്രധാന കാരണം നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കുറഞ്ഞതാണ്, ഹാർട്ടിന്റെ കപ്പാസിറ്റി കുറഞ്ഞതാണ്, ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നതാണ്. ചെറിയ ബ്ലഡ് സെൽസിൽ നിന്നും ബ്ലഡ് എത്താതെ വരും. അങ്ങനെയാണ് ഈ കാലിന് പെരുപ്പും അതുപോലെ കണ്ണിന്റെ പ്രശ്നവും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടാവുന്നത്. ഇത് മാറണമെങ്കിൽ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല. നോർമൽ ബ്രീത്തിങ്ങിലൂടെ ഒരിക്കലും നമുക്ക് ഈ അടഞ്ഞുപോയ ഞരമ്പുകളെ തുറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്രീത്തിങ് എക്സസൈസും പഠിപ്പിക്കും. മൂന്നാമത് ചെയ്യുന്നത് മെഡിസിൻ ആണ്. മെഡിസിൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പ്ലാന്റ് മെഡിസിൻസ് ആണ്. അത് നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മളുടെ ന്യൂറോപ്പതിയെയും അതുപോലെ റെറ്റിനോപ്പതിയെയും നമ്മളുടെ കൊളസ്ട്രോളിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ധാരാളം മരുന്നുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ശരീരത്തിന് ദോഷമില്ലാത്ത മരുന്നുകൾ, ഷുഗർ റിവേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകൾ, അതിനെ പുഷ് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്. സ്ഥിരം ഉപയോഗിക്കേണ്ടതല്ല. മാക്സിമം 1 മാസത്തേക്കുള്ള ഒരു മരുന്ന് ഉപയോഗിക്കില്ല. അങ്ങനെ ചില പ്ലാന്റ് മെഡിസിൻസ്, അതായത് ആഹാരം തന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുക നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യണത് സ്ട്രെസ് ഒരു വലിയ കാര്യമാണ്. ഇന്ന് നമുക്കുണ്ടാവുന്ന ആംഗ്രി, വറി, അതുപോലെ ഉള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഷുഗറിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിനാവശ്യമായ ചില സ്ട്രെസ് റിലീഫ് മെറ്റീരിയലുകളും പഠിപ്പിക്കും. ഇങ്ങനെ ഈ 4 വഴിക്കാണ് നമ്മൾ പ്രമേഹത്തെ കുറച്ചു കൊണ്ടുവന്നത്. വളരെ ഫലപ്രദമായിട്ട് ഷുഗറിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഒരു പരിധി വരെ മരുന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചാൽ ഒരിക്കലും നമുക്ക് പ്രമേഹത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. പ്രമേഹത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നാണ് സത്യം. അതുകൊണ്ട് ഈ വഴിയിലൂടെ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും. 100 കണക്കിന് ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുത്ത് ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും ഷുഗർ റിലേറ്റഡ് ഡിസീസ് കുറഞ്ഞും സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഷുഗർ ഒരു മാറുന്ന രോഗമാണോ? അത് ശരിയാണ്. ഷുഗർ ഒരു മാറാവ്യാധി എന്നുള്ള ഒരു ധാരണ. ഷുഗർ ഒരു മാറാവ്യാധിയാണ്, തീരാവ്യാധിയാണ്, ജീവിതകാലം മുഴുവൻ ഇൻസുലിനോ
അല്ലെങ്കിൽ ഗുളിയായിട്ട് നടക്കണം നിങ്ങളുടെ ധാരണ. ഇത് തെറ്റിദ്ധാരണയാണ്. ഷുഗർ മാറുന്ന രോഗമാണ്, മരുന്നുകൊണ്ട് മാറാൻ സത്യമാണ്. ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സസൈസിലേക്കും വന്നാൽ ഷുഗറിന്റെ കാരണം ഇല്ലാതെയാവും. അങ്ങനെ കാര്യമായ രോഗത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇതാണ് എന്റെ ഇതുവരെയുള്ള അനുഭവം. പിന്നെ ഇതൊക്കെ എളുപ്പമാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കാർക്ക് ഇതുപോലുള്ള ഒരു ക്ലാസ് പഠിച്ചിട്ട് അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റി അത് എന്ന് മുമ്പോട്ട് പോവാന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണോ? ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഫുഡിന്റെ കോസ്റ്റ് കുറയും. നമ്മൾ വിചാരിക്കും ഷുഗർ വേഴ്സ് ഫുഡ് വലിയ വില കൂടിയ ഫുഡല്ല, വില കുറഞ്ഞ ഫുഡ് തന്നെയാണ്. പക്ഷെ വാല്യൂ കൂടുതലായിരിക്കും. അതിനകത്ത് കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ള ഫുഡിലേക്ക് നമ്മൾ വരണത്. അതായത് നമ്മൾ അതിനകത്ത് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി വരാത്ത തരത്തില് ഫുഡ് പാകപ്പെടുത്താൻ പഠിപ്പിക്കും. അതുപോലെ ഷുഗർ കൂടുകയില്ല, ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും. പ്രമേഹത്തിന്റെ കാരണം ഷുഗർ ഈ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് കൂടുന്നത് മാത്രമല്ല, മറ്റു പോഷകങ്ങൾ കുറവുമാണ്. അപ്പൊ അതുകൂടി നമ്മൾ പരിഹരിക്കുന്ന തരത്തിൽ മാനേജ് ചെയ്യും. അപ്പൊ ഇന്നുള്ള അതേ പണം കൊടുത്ത് നിങ്ങൾക്ക് കഴിക്കുന്ന ഫുഡ് കൊണ്ട് നിങ്ങൾക്ക് ഷുഗറിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഒരു ഗുണം. രണ്ടാമത് കുറച്ച് വ്യായാമമാണ്, ലഘുവായ വ്യായാമങ്ങൾ. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മതി. നമുക്ക് ഈ ഷുഗറിനെ രോഗരാക്ഷസിൽ നിന്ന്, ഈ സൈലന്റ് കില്ലറിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. ഇനി പൂർണ്ണമായിട്ട് ഷുഗർ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഷുഗർ റിലേറ്റഡ് ഡിസീസ് കുറയ്ക്കാൻ സാധിക്കും. നാളെ ഉണ്ടാകാൻ പോകുന്ന പല രോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഈ ജോലിക്ക് പോകുന്ന ഒരാൾക്കാർക്ക് ഒക്കെ ഒരു വലിയ ശതമാനം ഈ ഷുഗർ രോഗമുള്ള ആൾക്കാരാണ്. വർക്ക് ലോഡ് കാര്യങ്ങൾ, അതിന്റെ ഇടയിൽ ഈ ഒരു രീതിയിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുമോ? നല്ല ചോദ്യം അത്. കാരണം പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് ചുമടെടുക്കുന്ന ആളായാലും ശരി, അഡ്വക്കേറ്റ് ആണെങ്കിലും ശരി, ഡോക്ടറാണ് ശരി, അധ്യാപകനാണ് ശരി, അവരുടെ മുഴുവൻ ആരോഗ്യത്തെ നശിപ്പിക്കും. കാരണം ഈ പ്രമേഹം ബാധിക്കുന്ന സെല്ലുകളെയാണ്. നമ്മളുടെ സെല്ലുകളില് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനുള്ള ഗ്ലൂക്കോസ് സെല്ലുകളിൽ ചെല്ല മെട്രോകോണ്ടിരിക്കുന്ന ഊർജ്ജമായിട്ട് തീരണത്. ഇത് ഊർജ്ജമായി തീരില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇത് മൂത്രത്തിലൂടെ യൂറിന് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി, അതായത് എനർജി ലൂസ് വരും. എനർജി ലൂസ് വന്നാൽ നമുക്ക് ക്ഷീണം, തളർച്ച, പറ്റില്ലായ്ക, മെമ്മറി കുറവ്, ഉറക്കം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാവും. ഇതെല്ലാ പ്രമേഹമുള്ളവരും അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ ശരിയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരണം. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. തെറ്റായ ജീവചര്യയാണ് ഈ രോഗത്തിന്റെ കാരണമെങ്കിൽ ഇത് മാറണമെങ്കിൽ എന്ത് വേണം? ശരിയായ ജീവചര്യയിലേക്ക് വരണം. വേറെ ഒരു വഴിയില്ല. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ സാധാരണ ആളുകളായാലും വർക്ക് ചെയ്യുന്നവരായാലും കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. അവർക്ക് വലിയ മാറ്റം, അവരുടെ വർക്ക് ഇന്നത്തെ കാലം ഇരട്ടിയടിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളായാലും ഫിസിക്കലായിട്ട് ശക്തി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളായാലും ആ വർക്ക് അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ നമ്മളെ ഈ ക്ലാസിന്റെ അഡ്വാൻറ്റേജ്. പല ആളുകളിലും അവരുടെ ഔട്ട്പുട്ട് കുറഞ്ഞു പോവുക. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ വൈകിട്ടാവുന്ന എങ്ങനെയാക്കണമെന്ന് വിഷമിക്കുന്ന പ്രമേഹ രോഗികളുണ്ട്. അതെല്ലാം മറ്റേ അവരെ വീണ്ടും നമുക്ക് പഴയ പോലെ ഊർജ്ജസ്വരമാക്കി മാറ്റാൻ സാധിക്കും. ഇതൊരു സെൽ ആക്ടിവേഷൻ ആണ്, കോശ ശാക്തീകരണം എന്ന് പറയും. നമ്മുടെ ശരീരത്തിലുള്ള 50ഓളം ട്രില്യൺ സെല്ലുകളുണ്ട്. ഈ സെല്ല് മുഴുവൻ വീക്കായി പോവുക. ആ സെല്ലുകൾ നമ്മൾ വീണ്ടും ശരിയായ ആഹാരത്തിലൂടെയും ശരിയായ വ്യായാമത്തിലൂടെയും ശരിയായ ബ്രീത്തിങ്ങിലൂടെയും നമ്മൾ അതിന് വീണ്ടും റിയാക്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സെൽ ആക്ടിവേഷൻ ആണ്. വളരെ ഫലപ്രദമാണ്. നല്ല ചോദ്യം അത്. എത്ര ദിവസമാണ് ഇപ്പൊ ഈ ക്ലാസ് ഉള്ളത്? അതിന്റെ ടൈം, ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് പങ്കെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ? ഷുഗർ, അത് വളരെ നല്ല കാര്യമാണ്. അത് ഷുഗർ റിവേഴ്സ് പ്രോഗ്രാം നമ്മള് രാവിലെയും വൈകിട്ടും നടക്കുന്ന കോഴ്സ്. രാവിലെ ഒരു 6 മണി തൊട്ട് 7 മണി വരെ. ഇനി രാവിലെ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി രാത്രി 7:30 തൊട്ട് 8:30 വരെ 2 ബാച്ച് ഉണ്ട്. ഒരു മാസമാണ് ഈ ക്ലാസ് നീണ്ടു നിൽക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഇങ്ങനെ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു മാസം നമുക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മുമ്പിൽ ഇരുന്ന് പഠിക്കാം. എല്ലാ സംശയങ്ങളും തീർത്ത് മുമ്പൂട്ടാൻ സാധിക്കും. ഇത് കൂടാതെ പിന്നെ താല്പര്യമുള്ളവർക്ക് 2ാമത്തെ മാസം, 3ാമത്തെ മാസം, 4 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പിന്നെ പ്രത്യേകമായിട്ട് ഫീസ് നമ്മൾ മേടിക്കാറില്ല. കാരണം നമ്മുടെ മുമ്പിൽ വരുന്നൊരു പഠിക്കണം, അവരുടെ രോഗം കുറയണം, മാറണം ഒരു ആഗ്രഹം നമുക്ക് മനസ്സിലുള്ളത്. അതുകൊണ്ട് അവർക്ക് എത്ര മാസം വേണമെങ്കിലും അവരുടെ മുമ്പിൽ ഇരുത്തി പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ 5-6 മാസം പഠിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. അവർ ഷുഗറൊക്കെ പൂർണ്ണമായിട്ട് 30 ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നവർ പോലും ഇൻസുലിൻ എടുക്കാണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുള്ള അവസരം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കോഴ്സിലേക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നേരത്തെ പറയണം. എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ കോഴ്സിലും വളരെ കുറച്ച് ആളുകൾ നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളൂ. വളരെ കൂടുതലായി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. എല്ലാം കൈകാര്യം ചെയ്യാൻ വിഷമമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈ ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ ഈ ഷുഗർ എന്ന സൈലന്റ് കില്ലറിന് നമുക്ക്
വളരെ ഫലപ്രദമായിട്ട് രക്ഷപ്പെട്ട് സുഖമായിട്ട് ജീവിക്കും. ഓക്കെ. ഓക്കെ.